യുവനടിയുടെ പീഡന പരാതി നമ്മുടെ രഞ്ജിത്ത് അറസ്റ്റിലാണ്. അറസ്റ്റ് ആയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. സത്യം പറയാലോ, ഇയാളെ ലീല എന്ന് പറഞ്ഞൊരു പടമുണ്ട്. എൻ്റെ പൊന്നോ, ആ പടം ഞാൻ അന്ന് കണ്ട് എന്തുകൂടെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇവൻ്റെ ഒക്കെ മൈൻഡ് എന്താണെന്ന് ഞാനത് പണ്ട് ആലോചിച്ചതാണ്. ഈ പടത്തിലാണല്ലോ ബിജുമേനോൻ അഭിനയിച്ചതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ഞാൻ അതിൻ്റെ കാര്യം തന്നെ തുടക്കം വെച്ചുതരാം. പണ്ട് വിനായകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തുടക്കം അത് തന്നെ ആയിക്കോട്ടെ. കാരണം ഇവന്റെയൊക്കെ മൈൻഡ് നിങ്ങളൊന്ന് ആലോചിക്കണം. ലീലാന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ലീല ബിജുമേനോൻ കണ്ടിട്ടുണ്ടോ? മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? വിനായകനെ ഭയങ്കര ക്രിയേറ്റിവിറ്റി ചോദിച്ചോണ്ട് ഞാൻ പറയാം. നിങ്ങൾ ആ പടം ഒന്ന് കാണണം, ലീല എന്ന് പറഞ്ഞ പടം. അതിനകത്ത് ബിജുമോനൻ ഏത് സെറ്റപ്പാണെന്ന് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ചില സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മനുഷ്യന്റെ ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് എൻ്റെ കിള്ളി പാറിയൊരു സാധനമാണ് ആ ഒരു പടം. ഓരോ മനുഷ്യന്റെയൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഹേമ കമ്മിറ്റി സംബന്ധമായിട്ട് ആ ഒരു സമയത്ത് ഒരു ട്രാൻസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അന്ന് അവനെല്ലാവരും കൂടെ കളിയാക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു സംസാരിക്കുകയൊക്കെ ചെയ്തത്. അന്ന് ഈ രഞ്ജിത്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. കുറേ നടിമാരുടെ പേര് ഉൾപ്പെടെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഈ പരനാറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട്. ഞാൻ ഇന്നലെ തന്നെ ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു, പിന്നെ തിരക്ക് കാരണം ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളായിരുന്നു. വിനായകൻ പറയുന്ന വാക്യം വെച്ച് തരാം. സത്യം പറ, സത്യമായിട്ടുണ്ട്. ആനൊരു തുമ്പിക്കയിൽ ഒരു പെണ്ണിനിങ്ങനെ കിടത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ചോക്കെ. ഇവന്മാര് എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ചോക്കെ. അവന്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരന്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും ഉണ്ടാവും. അതിന്റെ ഇരട്ടിയല്ലേ ഭീകരത. ഒരു സ്ത്രീ പക്കയാണ് അവൻ പറഞ്ഞ, കറക്റ്റാണ്. അവൻ പറയുന്നതിനേക്കാളും ഇതാണ് ഇവൻ്റെയൊക്കെ പ്രവൃത്തിയില്ല. കാരണം ആ പടം എടുത്തു വെച്ച എല്ലാവരും ഒന്ന് ആ പടം ഒന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പടത്തിൻ്റെ ലീലാവിലാസങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ന്യൂസിലോട്ടും പോവാം. എനിക്ക് വിനായകന്റെ കുറച്ചും കൂടെ വെച്ച് തരാം. നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ഭോഗിക്കുകയാണ്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. പോയിന്റ്. എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോവാം. കുറച്ച് കാര്യങ്ങളുണ്ട്. പണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കർണം അടിച്ചു പൊട്ടിച്ചതിന്റെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ട്. ന്യൂസ് കണ്ടിട്ട് വരാം. കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ലൊക്കേഷനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവനടിയുടെ പരാതിയിലാണ് നടപടി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് കൊണ്ടുവരും. 2 ദിവസം മുമ്പാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി ലഭിച്ചത്. വളരെ നാടകീയമായ രീതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴയിൽ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നു. ആ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവനടി ആദ്യം സിനിമയിലെ ഈ ലൊക്കേഷനിലെ ICC കംപ്ലൈന്റ് നൽകിയിരുന്നു. എന്നാൽ അവിടെ നടപടിയാകാത്തതിനെ തുടർന്ന് DGPക്ക് പരാതി നൽകുകയായിരുന്നു. DGP പരാതി എറണാകുളം സിറ്റി പോലീസിനെ കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ കൃത്യമായിട്ടുള്ള കഴമ്പുണ്ട്, ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ്, സംസ്ഥാന പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നാണ്. അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഇടത് സഹയാത്രികനാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം ഒരു അവസ്ഥ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ പഴയ SFIക്കാരനാ. പാർട്ടിക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുവോ പാർട്ടിക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുവോ? ഇപ്പൊ ഇലക്ഷൻ ആയിട്ട് ഞങ്ങൾ അവൾക്കൊപ്പം എന്നും പറഞ്ഞ് കുറെ എണ്ണം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവന്മാരായിരിക്കും ആദ്യം ഇവനൊക്കെ സപ്പോർട്ടായിട്ട് ഇറങ്ങിയേക്കുന്നേ. ഓക്കെ, ഈ ന്യൂസ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. നമുക്കിനി ആ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം. പണ്ട് ഇത് 6-ാം തമ്പുരാൻ സെറ്റിൽ വെച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കർണത്തടിച്ച രഞ്ജിത്ത്. അപ്പം അവിടെ അന്ന് ആ സെറ്റിൽ അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടിട്ട് പോകാം. 6-ാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത നിങ്ങൾ ആ ഉണ്ണികൃഷ്ണന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ആ സമയത്തൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ. ആ സിനിമ
നമുക്കറിയാം 6-ാം തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മാത്രം മതി. ആ അത്രയും ഇതായിട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ കർമ്മം അടിച്ച് താഴെ ഇടുന്ന് പറയുമ്പോൾ ഇവൻ്റെ മൈൻഡൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം തികഞ്ഞൊരു സംവിധായകനാണല്ലോ. എടാ ഇതിൻ്റെയൊക്കെ ബലപാടാണ് നീ അനുഭവിക്കുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. അല്ലെങ്കിലും വന്ന വഴി ആരും ആലോചിക്കാറില്ല. അത് അന്നും ആണെങ്കിലും ഇന്നാണെങ്കിലും ശരി, അതൊക്കെ ആലോചിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെന്താ വൈകിപ്പോയി എന്നുള്ള രീതിയിലാണ്. ഇതൊരു വലിയ സംഭവമായിട്ട് ഞാൻ കണ്ടില്ല. ഇത് വലിയൊരു കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നുമായിട്ട് തോന്നിയിട്ടുമില്ല. കാരണം ഇതിൻ്റെ അപ്പുറമാണ് ഇയാൾ, ഇതിൻ്റെ അപ്പുറം നാറി അല്ലേ. ഈ പൈസ കാലത്ത് കുറച്ച് നേരം പോയി കിടക്കട്ടെ. ഇപ്പോൾ ECG എന്തോ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ECG അത് ഇത് മറ്റേത് എന്തൊക്കെയാണ് ഓരോരുത്തരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അണ്ണനെക്കുറിച്ച്. കുറച്ച് നാൾ അവൻ അവിടെ കിടക്കട്ടെ. കാരണം എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ്. സർക്കാരും കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിന് പഴയൊരു വീഡിയോ ഉണ്ട്, വെച്ച് തരാം. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതാ നീ ഇപ്പൊ വലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തേ അവര് പോലും തള്ളി പറഞ്ഞടേ, ഇലക്ഷൻ ആയില്ലേ, അവര് പോലും ഇപ്പൊ അവൾക്കൊപ്പമായി. പറ. അതൊന്നൊരു വിഷയമൊന്നല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. കണ്ടന്റ് കയറി പോയല്ലോ. ഇനി ഹേമ കമ്മിറ്റി സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് അറിയാലോ, 1.5 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ ഓളം, അന്ന് രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്രാൻസ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചേക്കാം ഞാൻ കേക്ക്. എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. രേവതി അന്ന് ഞാനിത് കണ്ട് എന്തോ ചിരിയായിരുന്നു എന്നറിയോ. ചരിത്രമൊക്കെ പറയുമ്പോ എല്ലാം കണക്കാ. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ച് അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആള് അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആള് ബാംഗ്ലൂരിലേക്ക് ആ ഒരു സമയത്ത് ഇതൊക്കെ ആൾക്കാരായി ഓരോരുത്തവന്മാരൊക്കെ വന്ന് ഓരോ വിവരക്കേട് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തട്ടി കളയായിരുന്നു. പക്ഷെ പിന്നീട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോഴും അതൊക്കെ അവൻ എന്ന് പറഞ്ഞ സത്യവാടാ എന്നുള്ള രീതിയിലാണ്. അയ്യോ, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊക്കെ ഞാനത് തള്ളിക്കളഞ്ഞ് വിട്ട് പോയേക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങനെ ആയിരുന്നു. പക്ഷെ അല്ലട മോനെ, ഇതായിരുന്നു സത്യം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. 2012 ബാവുട്ടിയുടെ നാമത്തിൽ
സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. അപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും. ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം, നിന്റെ അപ്പൊ ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മള് പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലെ ഒരു അവസരമാണ് സാർ. പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എന്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറെ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതെ കാമക്കണ്ണൻ അല്ല എന്തോ പറയാനാ ഒരുപാട് വിഷയങ്ങൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, ഭീഷണിപ്പെടുത്തുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിന്റെ കരിയർ നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി പോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇതൊന്നും ആരും നമ്മളൊക്കെ വന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത്രയും ഫേമിൽ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്റെ കുറെ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഹോട്ടലിൽ മനസ്സിലായി കാണുമല്ലോ ഏതാ നടിയെന്ന്. ഓക്കെ, ഇന്നത്തെ ഒരു ന്യൂസും കൂടെ ഞാനൊന്ന് വെച്ച് തരാം, എന്നിട്ട് നമുക്ക് രഞ്ജിത്ത് സാറിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡന്റ്, പിന്നെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ചു. ഓക്കെ, ഇരയായ യുവ നടി ഒന്ന് ആലോചിച്ച് നോക്കി. ക്യാരവനെ വെച്ചുണ്ടായ ഒരു സംഭവം ആരാന്നെന്തായാലും വെളിപ്പെടുത്തുക കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്തായാലും ഇദ്ദേഹം കാണിച്ചത് എന്തായാലും തോന്നിവാസമായിപ്പോയി. ഇപ്പം പോലീസ് തന്നെ കറക്റ്റ് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷൻ ആണ്. അപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂര് അദ്ദേഹമാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ. പക്ഷെ നിങ്ങളിത് കണ്ടോ? ഈ ഒരു കേസ് ഈ ഒരു സർക്കാർ ഭരണത്തിൽ വന്ന് കഴിയുമ്പോൾ നൈസായിട്ട് അങ്ങ് മാറും, ഉറപ്പാണ്. ഇതിപ്പോൾ കോടതി ചെന്ന് കഴിയുമ്പം എനിക്ക് തോന്നുന്നു നല്ല വക്കീലന്മാരാണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ചും ഇയാളൊരു SFI കാരനാണ്, പഴയൊരു SFI കാരനാണ്. അയ്യോ, പഴയ SFI അല്ല, ഇപ്പം തന്നെ മുതുകളവനായി മുളസ്റ്റാരൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ പാർട്ടി കയറ്റിക്കൊണ്ടുവരുന്നൊന്നുമില്ല. എന്തായാലും പറ്റകൾ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളൊക്കെ ഞാൻ പണ്ടേ കുറേ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിക്കാനൊരു കുറച്ചൊരു അവസരം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പെട്ടെന്ന് ഓടിച്ചിട്ടങ്ങ് പറഞ്ഞു പോകും. എൻ്റെ ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ചെയ്യാനുണ്ട് അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്, ബാക്കി ഈ പറഞ്ഞ വിറ്റ്നസ്, അപ്പൊ ഇതെല്ലാം നമ്മൾ എടുക്കാനുണ്ട്. ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റിയത്. ആളുടെ പ്രാഥമികമായിട്ടുള്ള ഇന്ററോഗേഷൻ ആണ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം പരിഗണിച്ച് ഇറ്റ് ഇസ് പെൻഡിങ്. ഫർദർ ക്വസ്റ്റ്യൻ പെൻഡിങ് ആണ്. സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഉള്ളത് 74 BNS ഉണ്ട്. ഇതെല്ലാം സെക്ഷുവൽ അസോൾട്ട് സെക്ഷൻസ് ആണ്. 75 BNS ഉണ്ട്. 75ന്റെ 1 ഉണ്ട്, 1 2 ഉണ്ട്. പിന്നെ ഉള്ളത് 79 ആണ്. 75 ബേസിക്കലി സെക്ഷുവൽ ഹറാസ്മെന്റ്, 79 ഔട്ട്റേജിങ് മോഡസ്റ്റി ഓഫ് വിമൻ, പിന്നെ 127 ഉണ്ട് റോങ്ഫുൾ കൺഫൈൻമെന്റ്. തൃപ്തിയായല്ലോ. കുറച്ച് കിടന്ന് ഓടട്ടെ, ഈ പ്രായത്തില് കുറച്ച് ബുദ്ധിമുട്ടട്ടെ. എന്തായാലും കൊടുത്തവർക്ക് എന്തായാലും ഒരു കൈയടിക്കേണ്ട കേസ് കേട്ടല്ല. എന്തായാലും ഇയാള് മറ്റുള്ള ആണുങ്ങളുടെ കേസ് കേട്ടല്ല ഇയാളുടെ കാര്യങ്ങൾ. കാരണം അതുപോലെ ശല്യമായിരുന്നു സിനിമ ഫീൽഡിൽ തന്നെ, വലിയ നടന്മാർക്കാണെങ്കിൽ പോലും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.